ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ല ലഗോൺ കിട്ടി. അപ്പോൾ ലഗോൺ ഒന്ന് ഫ്രൈ ആക്കിയാലോ? അടിപൊളിയാക്കി കൊണ്ട് ഫ്രൈ ആക്കി എടുക്കല്ലേ. ഈ ലഗോണിന് വേറൊരു പേരുണ്ട് എന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ് പോയപ്പോഴാണ് മനസ്സിലായത്. അവിടെയൊക്കെ എല്ലാവരും ഇതിന് ചണ്ടിക്കോയി എന്നാണ് പറയുക. പക്ഷെ ഞങ്ങളിവിടെ ലഗോണ് ബ്രോയിലർ അങ്ങനെയാണ് കേട്ടോ. പക്ഷെ അവിടെ ചണ്ടിക്കോയി പിന്നെ ബ്രോയിലർ അങ്ങനെയാണ് പറയുക. ഞാൻ പറഞ്ഞത് എന്ത് വർത്താനാ, ചണ്ടിക്കോയോ? അതിനൊരു പേരില്ലേ ലഗോണ്, അത് പറയുന്നല്ലോ നല്ലത്. അപ്പം ഇന്നത്തെ ഐറ്റം നമ്മളെ ലഗോൺ കൊണ്ടുള്ള നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ. നേരെ എണ്ണ ചൂടാക്കി നേരെ കറാമ്പും കറുവപ്പട്ട ഏലക്കായും കുത്തിയിട്ട് നേരെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വരാം. അതിലേക്ക് നേരെ നല്ലോണം വഴറ്റി വന്നാൽ നേരെ തക്കാളി 3 ഇലകൾ അതൊട്ട് നന്നായിട്ട് മിക്സ് ആയതിൻ്റെ ശേഷം നല്ല കുഴമ്പ് പോലെ ആയതിൻ്റെ ശേഷം പൊടികളിടാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരുംജീരകപ്പൊടി, കുറച്ച് കുരുമുളകും പൊടി, ഉപ്പ് ആവശ്യത്തിനിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് നേരെ ഈ ലഗോൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം മതി. ഇവിടെ എനിക്ക് വെള്ളം കൂടുതലാവണത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആവശ്യത്തിനേ ഞാൻ ഒഴിക്കാറുള്ളൂ. ഞങ്ങളെപ്പോഴും നല്ല കുറുക്കിയാണ് എടുക്കുക. അതുകൊണ്ട് രാത്രിത്തേക്ക് കറി ഉണ്ടാവില്ല. അതിനെപ്പോഴും സിയാദ് കാക്കനോട് വഴക്കും കേൾക്കും. പക്ഷെ എത്ര കേട്ടാലും എനിക്ക് കറി വെക്കാൻ ഇങ്ങനെ അറിയുള്ളൂ. പിന്നെ പറയാൻ വിട്ടു, ഒരു ചെറിയ നാരങ്ങ നീര്, ചെറിയൊരു പൊളി നാരങ്ങ നീര് ഒഴിച്ച് അങ്ങോട്ട് കുക്കർ ബന്ധായിക്കുക. പിന്നെ ലഗോണാണ്, നല്ല വേവുള്ള കോഴിയാണ്. പിന്നെ വിസിലിൻ്റെ കണക്കൊന്നും പറയണ്ടല്ലോ, ഒരു സുമാറ് വിസിൽ വെച്ച് അങ്ങോട്ട് അടിക്കണ്ടേ വിസിൽ. പിന്നെ കുറച്ച് തൈരിൻ്റെ പകരമാണ് ഞാൻ നാരങ്ങ ഒഴിച്ചത്. നാരങ്ങ ഇല്ലാത്തവർക്ക് തൈര് ഒഴിക്കാം. എന്തായാലും എന്തെങ്കിലും കഴിയട്ടെ. ഇതിന് നല്ല ഉപ്പും പുളിയും എരിവൊക്കെ നല്ലോണം പിടിക്കുമ്പോഴാണ് ഈ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവാം. പിന്നെ അതിൻ്റെ പാർട്സ് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് സെറ്റാക്കി എടുത്തത്. അങ്ങനെ അത് സെറ്റായി. ഇവിടെ കുറച്ച് പണിക്കാരുണ്ട്. അപ്പോൾ ആ പണിക്കാരെന്തൊക്കെയോ ചോദിക്കുകയാണ്, അവർക്ക് ജ്യൂസൊന്നും കൊടുക്കണില്ലേന്ന്. ഈ പണിക്കാരാരാണ്? എൻ്റെ പുതിയാപ്പിള തന്നെയാണ്. അങ്ങനെ നമ്മളെ ചിക്കൻ കറി അടിപൊളിയായി. പിന്നെ ഇവിടെ മുളകിട്ടയിൽ ഉരുളക്കിഴങ്ങ് ഇടൂല. പക്ഷേ എൻ്റെ പുതിയാപ്പിളക്കും മക്കൾക്കും എനിക്കൊക്കെ ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ്. ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കണേലിട്ടാൽ അതിൻ്റെ എരും പുളിയൊക്കെ ഉരുളക്കിഴങ്ങിലേക്ക് വരുന്നറിയും. അങ്ങനെ ഞാൻ സെപ്പറേറ്റ് തന്നെ ഉരുളക്കിഴങ്ങും പുഴുങ്ങി അതിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി ഒന്ന് തിളപ്പിച്ചാൽ നമ്മുടെ കറി റെഡിയായി. ഇത് കുറച്ച് വെള്ളം പോലെ, ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ എങ്ങനെ കറി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി വെക്കണേ. ടാറ്റാ ബൈ ബൈ, സീ യു.